ആരാണ് ഈ ഗാനഭൂഷണം നെയ്യാറ്റിങ്കര ഗോപൻ? അയാള് ഗാനഭൂഷണമാണോ? അയാൾ ഗാനഭൂഷണമാണോ പത്മഭൂഷണമാണോ എന്നുള്ളതിന് ഇവിടെ പ്രസക്തിയില്ല. എന്താണ് അവിടെ ആളുമകളൊക്കെ? ഒന്നും പറയണ്ട ചേട്ടാ, ആകെ പ്രശ്ന. എന്ത് പ്രശ്നം? അവിടെ വേണു സാറിനെ കുറച്ച് ദിവസമായിട്ട് കാണാനില്ല. കാണാനില്ലേ? ആ ഈ തള്ള എന്താണ് പറയുന്നത്? എന്റെ ഡാഡി പറഞ്ഞാലുണ്ടല്ലോ ഒറ്റടത്തിനെ പറഞ്ഞു വിടില്ലട്ടാ. എന്റെ അച്ഛൻ ഒരു സ്വാമിയാണ്. എനിക്ക് അനുഗ്രഹം എന്താ എന്റെ തലയിൽ അനുഗ്രഹിച്ച് പെരുത്ത് കേട്ട് നിങ്ങളുടെ പേര് പിള്ളേർ രണ്ട് ശരിയല്ല, കുഴപ്പം. എങ്ങനെ ഇരിക്കണം? രണ്ടുപേരും ശരിയല്ല. അത് ഒരുത്തം 3 പെണ്ണാറ്റം കിട്ടി. താനോ? ഞാൻ ബാച്ചിലറാ. കല്യാണം കഴിച്ചിട്ടില്ല? എന്താ കല്യാണം കഴിച്ചിട്ടില്ലേന്ന്? കല്യാണം കഴിച്ചിട്ടുണ്ട്. അവിടെ ഇരുന്ന് പ്രാണായാമം, മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരം, അനാഗതം, വിശുദ്ധി, പ്രാണനെ കൊണ്ടുവന്ന് അമൃതകലയിലെത്തി അവിടെ അങ്ങ് പ്രാണൻ നിൽക്കും. മോനെ, നീ നിന്റെ അച്ഛനെ പൂശിയ? അപ്പൊ ഇങ്ങനെ വലിഞ്ഞു മുറുകി ദേഹം എല്ലാം നല്ല വലിയ ബ്രഹ്മം നോക്കി അച്ഛൻ അങ്ങ് 11:30 കറക്റ്റ് സമാധിയായി. മക്കളായ അച്ഛന്മാരെ പൂശും, തല്ലും, ശാസിക്കും, കൊല്ലും. അതൊക്കെ അവരുടെ നന്മയ്ക്ക് വേണ്ടിട്ടാ. ആരുടെ? അച്ഛന്മാരുടെ. നിങ്ങൾക്ക് എന്തൊരു കേൾക്കണം? ഞാൻ പറയണത് സമാധിയെ പറ്റി മാത്രം പറഞ്ഞാൽ മതിയല്ല. പറയും നിങ്ങൾ ചോദിക്കാം. എന്റെ അമ്മൂമ്മയുടെ ചോദ്യം. മരിച്ചു കഴിഞ്ഞ് കൊണ്ടുവച്ചതാണോ? മരിച്ചെന്നോ പറയുന്നത്? താൻ എന്തുവാണോ തലയും താലും ഇല്ലാതെ പിന്നെ ഓരോന്നൊക്കെ പറയുന്നത്? മരിച്ചെന്ന് ഞാൻ ആര് പറഞ്ഞു? അനാവശ്യം പറയരുത്. സിദ്ധനാ, മഹാസിദ്ധൻ. ഏതായാലും ജീവിച്ചിട്ടുണ്ടല്ലോ, സമാധാനായി. ആർക്കെങ്കിലും ആവട്ടെ. നമ്മൾ ഇത്രയും നേരം ക്വസ്റ്റ്യൻ ഇല്ല ആൻസർ പറഞ്ഞുകൊണ്ടിരുന്നു. മനസ്സിലായ? ഇനി ക്വസ്റ്റ്യൻ പേപ്പർ വേണം. ഇനി ക്വസ്റ്റ്യൻ പേപ്പർ വേണം. പഴയ ആളൊന്നും അല്ലാട്ടാ. ഹൈടെക് പൊളിച്ച് പോസ്റ്റ്മോർട്ടം നടത്തണം എന്നാണ് പോലീസ് പറയുന്നത്. ആ പറഞ്ഞവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ടാ അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും. എന്താണ് അമ്മയ്ക്ക് അതിന്? അമ്മയ്ക്ക് പറ്റൂല. സമാധി സമാധി സമാധി. ഈ ദിവസം സമാധിയാവുമെന്ന് അമ്മയോട് പറഞ്ഞിരുന്നോ? വല്ലതും പറഞ്ഞിരുന്നു. 2 ദിവസം കഴിയുമ്പോൾ ഞാൻ സമാധിയാവും. എന്നിട്ട് ആ സമാധിയാവും. ഞാൻ ഇതാ ഇനി 2 ദിവസം ഞാൻ പോകും. വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. വളരെ ബുദ്ധിമുട്ടാണ് സാർ. സമാധിയാവുന്ന സമയത്ത് കണ്ണോട് നിൽക്കുവാണോ? ഞാൻ കണ്ടില്ല. എവിടെ നോക്കാൻ? കണ്ടില്ലെന്ന് പറയാൻ പറ്റൂല. ഒന്നും കാണാൻ പാടില്ലെന്നാണ് ആദ്യം പറഞ്ഞത്. കണ്ടില്ലെന്ന് പറയാൻ പറ്റൂല. ഞാൻ കണ്ടു. എനിക്ക് നേരത്തെ സംശയം ഉണ്ടായിരുന്നു. ഇത്തരം കാര്യമൊക്കെ ഞാൻ പറഞ്ഞാ ഇവിടെ ആരെങ്കിലും വിശ്വസിക്കും? കാരണം ഈ ദേഹത്തിന് ചെറിയ തുടുപ്പ് നെഞ്ചിലുണ്ടായിരുന്നു. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. അങ്ങനെ കുറച്ച് നേരം നമസ്കാരം പറഞ്ഞുകൊണ്ടിരുന്നപ്പം പുകയും തീനാളങ്ങളും. അപ്പോഴേക്കും എന്റെ ബോധം പോയി. പിന്നെ എല്ലാം ഇങ്ങനെ നമ്മൾ സാധാരണ ചമണം കൂട്ടും പോലെയല്ല. കാലൊക്കെ എടുത്തും ധ്യാനത്തിന്. ഇതിന് വട്ടുണ്ടോ? എന്റെ കല്യാണത്തിന് മുമ്പേ അവർക്ക് ധ്യാനമാണ്. എന്റെ കല്യാണത്തിന് മുമ്പേ അവർക്ക് ധ്യാനമാണ്. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. പോലീസ് നടപടി ഉണ്ടാവുമ്പം എന്താണ് അമ്മയുടെ എന്താണ് അമ്മയുടെ അഭിപ്രായം? വിട്ടില്ലേ? നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ? ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? നമുക്ക് വേറെല്ലാം പറയാം. എന്താ അടുത്ത പരിപാടി? അടുത്ത ശിവന്റെ പരിപാടി. നിന്റെ അമ്മായി എനിക്ക് സങ്കടം സഹിക്കാൻ വയ്യ. പകമഞ്ഞ് പറയും നിങ്ങളോട്. എന്റെ അമ്മയെ നാട്ടിച്ച് ഓരോരുത്തരും ഞങ്ങൾ അടിച്ചു കൊന്നു, വിഷം കൊടുത്തു. എന്തോ എനിക്ക് അറിഞ്ഞൂടാ ശിവനെ. സത്യം പറഞ്ഞ വിഷമം കൊണ്ട് ചത്താലോന്ന് വരെ തീരുമാനിച്ചതാ. അയ്യോ, എന്നിട്ട് എന്ത് പറ്റി? മരിച്ച പോസ്റ്റ്മോർട്ടം ചെയ്യലൊന്ന് പേടിച്ചിട്ടാ. ഭവാനെ കൈലാസനാഥാ, എന്റെ ഭർത്താവിന്റെ മുഖത്ത് തലയിലോ ഒരു കൈ ഞങ്ങൾ വച്ചില്ലേ. അയ്യോ പാവം. വിട് എന്നെ ആരും പിടിക്കണ്ട. ശിവനുണ്ട് എന്നെ പിടിക്കാൻ. എന്റെ ശിവനെ വിട് എന്നെ ആരും പിടിക്കണ്ട. ശിവനുണ്ട് എന്നെ പിടിക്കാൻ. അച്ഛന് ചെറിയ ശ്വാസമോ ജീവനോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്തിരിക്കും സനാതൻ? ഉത്തരം പറ. അത് പറങ്ങട് സാറേ. ഇതിപ്പോ എന്ന് പറഞ്ഞാൽ സാറേ എന്തായാലും ഞങ്ങള് ചൂടാണ്ട് ഇല്ല. എന്തായാലും അച്ഛൻ ഇത് എന്തായാലും എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. സനന്ദനോ രാജസേനനോ അത് തിരിച്ചറിയാനുള്ള വൈദഗ്ധ്യം അതിനകത്ത് കിട്ടിക്കാണത്തില്ലല്ലോ. അതല്ലെങ്കിൽ അമ്മയ്ക്കറിയാലോ. അമ്മയ്ക്കറിയാം.
പെട്ടെന്ന് അമ്മയ്ക്കൊരു സങ്കടമൊക്കെ വന്നില്ലേ? പെട്ടെന്ന് ആളില്ലാതായി കഴിഞ്ഞപ്പോ പിന്നെ വരാതിരിക്കാതെ എന്റെ അമ്മോ, എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഞാൻ ഇങ്ങനെ സംഭവം കാണുന്നത്. മാഡം ഒരു കാര്യം ചെയ്യണം. നമ്മള് ദൈവമായിട്ട് കോണ്ടാക്ട് ആണ്. സ്വാമി നമശിവായ, ഈ ഡോക്ടർക്ക് ബുദ്ധിയും കഴിവും ആരോഗ്യവും ഒരു മനുഷ്യനെ വലിച്ചു കയറാൻ ആരോഗ്യമല്ല ഈ ലോകനാഥൻ കൈലാസവാനാണ് കേട്ടാ. എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ കള്ളന്മാര്. എനിക്കും കുറെയൊക്കെ ധ്യാനങ്ങളൊക്കെ അറിയാം. ഞാനും ഇരിക്കും, എന്റെ പോറ്റി ഇരിക്കും, എന്റെ കമ്പനി പോണ മോ ഇരിക്കും. എന്ത് കാര്യത്തിനാണിത്? ഒരു സുഖം, ഒരു മനസുഖം. പോതള്ളയകത്ത് ഞാൻ പോയി വരട്ടെ മക്കളെ. 2-ാം തീയതി വരാം. ഏത് മാസം? എല്ലാ മാസവും 2-ാം തീയതി ഉണ്ടല്ലോ.